നമ്മളിൽ ആരാണ് നാളെ രാവിലെ എഴുന്നേൽക്കുക എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത തടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തടി. നമ്മുടെ ശരീരത്തിന് അത്രേ ഗ്യാരണ്ടിയുള്ളൂ. നേരം വെളുത്ത് ഭർത്താവ് വിളിക്കുമ്പോൾ, മക്കൾ വിളിക്കുമ്പോൾ, വാപ്പ വിളിക്കുമ്പോൾ, ഉമ്മ വിളിക്കുമ്പോൾ കട്ടിലിൽ കിടന്ന് ഇളകുന്ന വെറും ഒരു ജഡമായി നമ്മൾ മാറിയേക്കാം. കട്ടിലിൻ്റെ കൂടെങ്ങനെ ഇളകുന്നൊരു ജഡം, ജീവനില്ലാത്ത ഒരു തടിയായി നമ്മൾ മാറിയേക്കാം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. മനുഷ്യരെ, നാളെ നിങ്ങളെന്ത് പ്രവർത്തിക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ നിങ്ങൾ എവിടെ വെച്ച് ഏത് രൂപത്തിലാണ് നിങ്ങളുടെ മരണം നിങ്ങളിലേക്ക് കടന്നു വരിക എന്നും പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഉപദേശമാണ്. ജീവിതത്തിൽ നിന്ന് യാത്രയാകേണ്ട ഒരു യാത്രക്കാരാണ് നമ്മൾ. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകമാണ്, കുൻ ഇബ്നു ഉമറെ, നീ ആവണം കേട്ടോ, ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ നീ ആവണം, കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ, ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാവണം, അപരിചിതനായ ഒരു വ്യക്തിയെപ്പോലെയാവണം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്രാമധ്യത്തിലുള്ളൊരു വിശ്രമത്തിൻ്റെ കേന്ദ്രമാണ് ഈ ദുനിയാവ്. ആ ദുനിയാവിൽ അങ്ങനെയാണ് നീ കാണേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഹദീസ് കാണാം. ദുനിയാവിലെ ജീവിതം എന്നുള്ളത് അത്രയേ ഉള്ളൂ. യാത്രാമധ്യത്തിൽ മരച്ചുവട്ടിൽ കയറിയിരുന്ന് ഒന്ന് വിശ്രമിക്കാനിരുന്ന ഒരു കാലാവധി മാത്രമേ ഈ ദുനിയാവിനെ നമ്മൾ കാണുന്നുള്ളൂ. ഏത് നിമിഷവും നമ്മൾ ഇവിടുന്ന് പോകണം. ഉമ്മയെ വിട്ട്, വാപ്പയെ വിട്ട്, ജേഷ്ഠാനുജന്മാരെ വിട്ട്, കുടുംബങ്ങളെ വിട്ട്, ബന്ധുക്കളെ വിട്ടൊരു യാത്ര നമ്മൾ പുറപ്പെടാനുണ്ട്. വിദൂരത്തേക്കൊരു യാത്ര, ആരും കൂട്ടിനില്ലാത്ത ഒരു യാത്ര, ഒറ്റക്കുള്ളൊരു യാത്ര നമുക്ക് നടത്താനുണ്ട് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ആ യാത്രയുടെ ജീവിതത്തിലെ ആ യാത്രയിൽ നാം നേടിയെടുക്കേണ്ട, ആ യാത്രയ്ക്ക് വേണ്ടി നേടിയെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നടക്കുന്ന 3 സംസാരങ്ങളും ആ യാത്രയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ മേഖലകളാണ്. ആദ്യം മുതൽ അവസാനം വരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും കാര്യങ്ങളെ വിലയിരുത്താനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം അതാണ്. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാളിൻ്റെ സുദിനം, പെരുന്നാൾ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ വീട് സന്ദർശിക്കാൻ വേണ്ടി, തൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. കളിക്കുന്ന കുട്ടികളെ നോക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൗതുകത്തോടെ, സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഒരു കുട്ടി മാത്രം മാറി നിന്ന് കരയുന്ന കാഴ്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. ഒരുപാട് മക്കൾ, കുറേ മക്കൾ കളിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം മാറി നിന്ന് വിതുമ്പുന്ന, കരയുന്ന കാഴ്ച ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നീ എന്തിനാടാ കരയുന്നത്? നിന്റെ കൂട്ടുകാർ നിന്നെ കളിക്കാൻ വിളിക്കാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ കരയാനുള്ള കാരണമെന്ന് ആ കുഞ്ഞിനോട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു റസൂലുള്ളാഹിനോട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ കരയുന്നത് എൻ്റെ കൂട്ടുകാരെന്നെ കളിക്കാൻ വിളിക്കാഞ്ഞിട്ടല്ല. ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ എൻ്റെ മക്കൾക്ക്, എൻ്റെ കൂട്ടുകാർക്ക്
എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തതും പുത്തനുടുപ്പുകൾ വാങ്ങിക്കൊടുത്തതും അവരുടെ ഉമ്മയും അവരുടെ വാപ്പയുമാണ്. എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ, എനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിത്തരാൻ എൻ്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ല നബിയേ. അവർ മരിച്ചു, അവർ ലോകത്തോട് വിട പറഞ്ഞു റസൂലേ എന്ന് ആ കുട്ടി പറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മുട്ടും കുത്തി അവിടെ ഇരുന്നു. 2 മുട്ടുംകാലും മണ്ണിൽ കുത്തി അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ തലയിലൂടെ റസൂലുള്ളാഹിൻ്റെ വിരലുകളിട്ട് ഓടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മോനെ നീ വിഷമിക്കരുത്, നിനക്ക് വാപ്പയായി ഞാൻ പോരടാ, ഞാനില്ലേ നിനക്ക് വാപ്പയായി, ഉമ്മയായി നിനക്ക് ആയിഷ പോരെ എന്ന് ചോദിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഞാനെന്തിനാ ഈ ചരിത്രം പറഞ്ഞെന്നറിയോ? നാളെ ഏതെങ്കിലും ഒരു യതീംഖാനയുടെ തൂണിൽ പിടിച്ച് നമ്മുടെ മക്കൾ വിതുമ്പുന്നൊരു ദിവസം, നമ്മുടെ മക്കൾ കരയുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലും വരാനുള്ളതാണ്. നമ്മുടെ മക്കൾ യതീമുകളെന്ന സ്ഥാനപ്പേരിൽ വിളിക്കുന്നൊരു ദിനം നമ്മുടെ ജീവിതത്തിലും വരാനുള്ളതാണ്. പക്ഷെ അന്ന് മക്കൾ കരഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, അന്ന് മക്കൾ വിതുമ്പി എന്നുള്ളതല്ല പ്രശ്നം, അന്ന് നമ്മുടെ അയൽവാസികൾ കരഞ്ഞു എന്നതല്ല പ്രശ്നം. നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാതേയമായി എന്താണ് നിന്റെ കയ്യിലുള്ളത്? കരയാൻ കുറേ ആൾക്കാരുണ്ടാവും, വിതുമ്പാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വാചകങ്ങൾ കാണാം. വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മനുഷ്യ, വലദത്തുക ഉമ്മൂക യബ്ന ആദമ ബാക്കിയാ, നീ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റിലും നിന്റെ കൂട്ടുകാരും നിന്റെ കുടുംബങ്ങളും നിന്റെ ബന്ധുക്കളുമൊക്കെ നിന്റെ ചുറ്റിലും നിന്ന് ചിരിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു. നീ ജനിച്ചപ്പോൾ അവർക്ക് ആനന്ദമാണ്, അവർ സന്തോഷിക്കുകയാണ്. എന്നാൽ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ, നീ ഈ ഭൂമിയോട് വിട പറയുന്ന ദിവസം അന്നെല്ലാവരും കരയുകയാണ്. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ. നോക്കൂ നിങ്ങൾ, എല്ലാവരും വിതുമ്പുന്നൊരു ദിവസമുണ്ട്, എല്ലാവരും കരയുന്നൊരു ദിവസമുണ്ട്. നീ ജനിച്ചപ്പോൾ ചിരിച്ചവർ, നീ ജനിച്ചപ്പോൾ ആനന്ദിച്ചവർ, നീ ജനിച്ചപ്പോൾ നിനക്ക് വേണ്ടി സന്തോഷം പങ്കിട്ടവർ, നീ ഭൂമിയോട് യാത്ര പറയുമ്പോൾ നീ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, ജേട്ടൻ കരയുന്നുണ്ട്, മക്കൾ കരയുന്നുണ്ട്, സഹോദരങ്ങൾ വിതുമ്പുന്നുണ്ട്, ഭാര്യ അതാ പൊട്ടിക്കരയുന്നു. ഭാര്യയുടെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്ന് വിരൽ കടിച്ച് പിടിച്ച് സങ്കടം സഹിക്കാനാവാതെ വിതുമ്പുന്ന ഭർത്താവിൻ്റെ കണ്ണുനീരുണ്ടാവാം. ഇതൊക്കെ ഭൂമിയിലുണ്ട്. പക്ഷേ മയ്യത്തായി കൊണ്ടുപോകുന്ന നമ്മുടെ ഖബറിൽ നമുക്ക് എന്താണുള്ളത്? ഈ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അതിൻ്റെ ഉത്തരത്തിനാണ് ഇന്നത്തെ വിജ്ഞാന സദസ്സ്. ആ ഉത്തരം കണ്ടെത്താനാണ് ഇന്നത്തെ വനിതാ സമ്മേളനം സുണ്ടിക്കുപ്പയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനാണ് ഇന്നത്തെ വിജ്ഞാനവേദി, അതിനാണ് ഇന്നത്തെ വിജ്ഞാനത്തിൻ്റെ സദസ്സ്. അതിനുത്തരം കണ്ടെത്തലാണ്. റബ്ബിൻ്റെ കോടതിയിലേക്ക് വേണ്ടി എന്ത് പാതയും ഒരുക്കി വെച്ചു? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശറിലൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ നമ്മുടെ കൽബിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. സഹോദരിമാരെ, നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആഖിറത്തിലേക്ക് വേണ്ടി എന്ത് പാതേയമാണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് അല്ലാഹ് നമ്മളോട് ചോദിക്കാൻ, അല്ലാഹൻ്റെ അടിമകളോട് അല്ലാഹു ചോദിക്കാൻ. നെഞ്ചത്ത് കൈവച്ചൊന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ആഖിറത്തിലേക്ക് വേണ്ടി ഞാൻ പലതും നേടിയെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരെ നമുക്ക് ആർക്ക് കഴിയും?
സഹോദരിമാരെ, നമുക്ക് ആർക്ക് കഴിയും? നമ്മുടെ നെഞ്ചത്ത് വിരൽ കൈവച്ച് നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കണം, വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി, അള്ളാന്റെ കോടതിയിലേക്ക് വേണ്ടി ഞാനും നിങ്ങളും നേടിയെടുത്ത അമലേതാ? വിശ്വാസരംഗത്ത് ദൗർബല്യമില്ലേ? കർമ്മരംഗത്ത് പിഴവുകളില്ലേ? സ്വഭാവരംഗത്ത് ന്യൂനതകളില്ലേ? ഇടപാടുകളിൽ മോശത്തരങ്ങളില്ലേ? ഇല്ലേ? എല്ലാ മേഖലകളും നമ്മളൊന്നിങ്ങനെ പരിശോധനക്ക് വിധേയമാക്കണം. എന്നിട്ട് നമ്മൾ പറയണം, എൻ്റെ കൽബിനോട് നമ്മൾ പറയണം, നമ്മുടെ കൽബിനോട് പറയണം, ഞാൻ നല്ലവനാണെന്ന്, ഞാൻ കുറ്റക്കാരനല്ലെന്ന്, എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സിനോട് പറയാൻ നമുക്ക് കഴിയോ? ആ ഉത്തരമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. നമ്മുടെ കുടുംബരംഗത്ത് പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളെ ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1 ഈമാനാണ്, 2 ഇസ്ലാമാണ്, 3 ഇഹ്സാനാണ്. ഈമാൻ വിശ്വാസത്തിൻ്റെ മേഖല. ഇസ്ലാം അള്ളാൻ്റെ ദീന് പഠിപ്പിക്കുന്ന പഞ്ചസ്തംഭങ്ങളിലെ കർമ്മവും അതേപോലെ തന്നെ അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള കാര്യങ്ങൾ. ഇഹ്സാൻ, എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ ചെയ്യുന്ന അമലുകൾ എൻ്റെ റബ്ബിനു വേണ്ടിയാണോ പരിശോധിക്കണം. ഈ 3 കാര്യത്തിൽ ഇൽമുള്ളവർക്കാണ് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അടിവരയിടണം. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന, അള്ളാഹുവിൻ്റെ ദീനിയായി ഇൽമ് നേടുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഇൽമുണ്ടാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിമായ പുരുഷനും എല്ലാ മുസ്ലിമത്തായ സ്ത്രീക്കും ഇൽമ് അന്വേഷിക്കുക, ദീന് പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പരലോകത്ത് വിജയിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിപ്പെടണം. വിശ്വാസം നന്നാവണമെങ്കിൽ വിശ്വാസപരമായി ഖുർആനും സുന്നത്തും പഠിപ്പിച്ച അഖീദ എന്താണ് നമ്മൾ പഠിക്കണം. പഠിച്ചാലേ എന്താണ് ദീൻ എന്ന് മനസ്സിലാവുള്ളൂ. അള്ളാന്റെ ദീൻ അറിയണമെങ്കിൽ അള്ളാന്റെ ദീന് പഠിക്കണം. കർമ്മപരമായ വിഷയങ്ങൾ അറിയണമെങ്കിൽ കർമ്മങ്ങൾ എന്താണെന്ന് അറിയണം. അതെ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ പ്രവർത്തിക്കണമെങ്കിൽ അല്ല പഠിപ്പിച്ചതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെയാണ് റബ്ബിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്ന വിവരവും ഇൽമും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ത്വലബുൽ ഇൽമി ഫരീള, ഇൽമ് അന്വേഷിക്കൽ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ദീന് പഠിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത്. ഇൽമിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ഇൽമിന് വേണ്ടി നിരന്തരം റബ്ബിനോട് ചോദിക്കുന്ന ആളുകളായി മാറണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കാണ്, ഇൽമൻ നാഫിആ, ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കാം. ഏതാണ് ഈ ഉപകാരപ്രദമായ അറിവ്? ഒരുപാട് അറിവുണ്ട് ഭൂമി ലോകത്ത്, ഒരുപാട് ഇൽമിൻ്റെ മേഖലകളുണ്ട് ഭൂമി ലോകത്ത്. രാവിലെ വേഗം ചുമന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയോട് മോനെ നീ എങ്ങട്ടാ പോകണമെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്കൊരു ലക്ഷ്യമുണ്ട് പറയാൻ. ആ കുഞ്ഞിനൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം. ഭൗതികമായ ഒരുപാട് ചിന്താഗതികൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അവൻ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇൽമാണ്. പക്ഷെ ആ ഇൽമിനേക്കാളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമെന്താ അറിയണം. ആ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്യാവശ്യമായി നേടിയെടുക്കേണ്ട അറിവുകളെ നമ്മൾ നേടിയെടുക്കണം. അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഇൽമാണ്. ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഇൽമ. നമ്മുടെ നാട്ടിൽ QHLS ക്ലാസ് നടക്കാറില്ലേ? ഇല്ലേ? ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഇല്ലേ? സുണ്ടിക്കുപ്പയിലില്ലേ? തൊട്ടടുത്ത പ്രദേശങ്ങളിലില്ലേ? ഉണ്ട്. നമ്മളിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നു? ഞാനിപ്പോൾ ഇവിടുന്ന് കൈ പൊക്കാൻ പറഞ്ഞാൽ എത്ര ആൾക്കാർ പൊക്കും? പൊക്കണ്ട.
കൈയൊന്ന് ഉയർത്തി, ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളൊന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ നമ്മളിൽ എത്ര ആളുകൾ കൈ ഉയർത്തും? എല്ലാ സംഘടനാ പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച് അള്ളാന്റെ ദീന് പഠിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ ഒരു തട്ടിത്തടവുമില്ലാതെ നമ്മൾ വന്നിരുന്ന് പഠിക്കുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞുണ്ടാവണം. ആ ഒരു ഇൽമിൻ്റെ കേന്ദ്രം നമ്മുടെ നാടുകളിൽ രൂപപ്പെടണം. അതാണ് അള്ളാഹുവിൻ്റെ ദീന് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, സ്വഹാബത്ത് ഊഴം വെച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സദസ്സിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി പോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയൽവാസിനെ അങ്ങനെ വിളിക്കാം. അയൽവാസിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന് ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് പോയിക്കോളാം, നീ അധ്വാനിക്കാൻ വേണ്ടി പോയിക്കോ. വൈകുന്നേരം വന്നിട്ട് നീ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം, നിനക്ക് കിട്ടിയ കൂലിയിൽ നിന്ന് നമ്മൾ രണ്ടാളും ഡിവൈഡ് ചെയ്തിട്ട് വീട്ടിലെ ചെലവ് നോക്കാം. ഞാൻ റസൂലിൻ്റെ സദസ്സിൽ നിന്ന് കേട്ട അറിവ് ഞാൻ നിനക്ക് പകർന്നു തരാം. പിറ്റേ ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജോലിക്ക് പോയ ആളെ ക്ലാസ്സിന് പറഞ്ഞയച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ജോലിക്ക് പോവാണ്. ഊഴം വെച്ചുകൊണ്ട് ഇൽമ് നേടിയവർ. ഇന്ന് നമ്മളോട് അങ്ങനെയൊന്നും പറയണില്ല. ഇന്ന് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആഴ്ചയിൽ 1 മണിക്കൂർ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് വരാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ നമുക്ക് കല്യാണമാണ്, നമുക്ക് സൽക്കാരാണ്, നമുക്കന്ന് ഷോപ്പിങ്ങിന് പോകേണ്ട ദിവസമാണ്, അന്ന് നമുക്കില്ലാത്ത തിരക്കുകളില്ല, എല്ലാ പ്രശ്നങ്ങളും അന്നേരിക്കും. അള്ളാൻ്റെ ദീന് പഠിക്കേണ്ട ആ ഖുർആൻ പഠനത്തിൻ്റെ ആ ഒരു ഡേറ്റ് അന്നേരിക്കും നമ്മളെല്ലാ പ്രശ്നങ്ങളും. മാറണ്ടേ? നമ്മൾ മാറി ചിന്തിക്കണ്ടേ? അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ വ്യക്തമായി പഠിക്കണ്ടേ, അറിയണ്ടേ? പരിശുദ്ധ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഇൽമ് നേടുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്, ഇൽമ് നേടുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിങ്ങളുടെ കൂട്ടത്തിലെ ഉലമാഇനാണ്, ഇൽമുള്ള ആളുകൾക്കാണ്, ദീന് പഠിച്ചിട്ടുള്ള ആളുകൾക്കാണ് യഖ്ഷല്ലാഹ്, അവരാണ് ഏറ്റവും കൂടുതൽ അല്ലാഹനെ സൂക്ഷിക്കാൻ കഴിയുക. പടച്ച റബ്ബിനോട് സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ പഠിച്ച ആളുകൾക്കാണ്. ഉലമാക്കളുടെ കൂട്ടത്തിൽ തന്നെ 2 വിഭാഗം ആളുകൾ: ഇൽമിനെ അമലാക്കുന്നവരും നേടിയ ഇൽമിനെ അമലാക്കാത്ത വിഭാഗമുണ്ട്. നേടിയ ഇൽമ് അമലാക്കാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചല്ലേ ഈ ചർച്ച. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിങ്ങളുടെ കൂട്ടത്തിലെ ഉലമാഇനാണ്, ഇൽമ് നേടിയ ആളുകൾക്കാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് അവൻ്റെ ഖൽബിൽ അധികരിക്കുന്നത്. ഈ ദീന് പഠിച്ച ആളുകൾക്കാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങളും നല്ല ചിന്തകളും നമ്മുടെ ഖൽബിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നർത്ഥം. അതിലേക്ക് നമ്മളെ മനസ്സിങ്ങനെ എത്തിപ്പെടുമെന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട, ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബിയൻ. നമുക്കറിയാലോ അബൂ ഹുറൈറ ആരാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ചന്തയിലേക്ക് ഇറങ്ങി, അങ്ങാടിയിലേക്ക് ഇറങ്ങി, മാർക്കറ്റിലേക്ക് ഇറങ്ങി. മാർക്കറ്റിൽ ചെന്നിങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള പ്രഗത്ഭരായ കുറേ ആളുകൾ, മുസ്ലിമീങ്ങളൊക്കെ ഭയങ്കര കച്ചവടത്തിലാണ്, കച്ചവടത്തിൻ്റെ തിരക്കാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, മനുഷ്യന്മാരെ, അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ പള്ളിയിൽ അള്ളാൻ്റെ റസൂലിൻ്റെ അനന്തരാവകാശ സ്വത്ത് വിതരണം ചെയ്യുന്നുണ്ട്. റസൂലിൻ്റെ അനന്തരാവകാശ സ്വത്ത് പള്ളിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേന്നാ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ റസൂലുള്ളാൻ്റെ അനന്തരാവകാശ സ്വത്ത് പള്ളിയിൽ വിതരണം ചെയ്യുന്നുണ്ട്? ഇത് കേട്ടപ്പോൾ എല്ലാവരും കച്ചവടം ചെയ്യുന്ന ജോലി സ്ഥാനങ്ങളൊക്കെ അവിടെ ഇട്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി എല്ലാവരും മസ്ജിദുൻ നബവിയിലേക്ക് ഇരച്ച് കയറാൻ തുടങ്ങി. മദീനത്തെ പള്ളിയിലേക്ക് ആളുകൾ വന്ന് ഇരച്ച് കയറാൻ തുടങ്ങി. ഓടി വരികയാണ് ആൾക്കാർ. കാരണം റസൂലുള്ളാൻ്റെ അനന്തരാവകാശ സ്വത്താണ് വിതരണം ചെയ്യുന്നത്. റസൂലിൻ്റെ അനന്തരാവകാശ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ബർക്കത്ത് ഉണ്ടാകുമെന്നറിയാം. അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്, ആ ബർക്കത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. എല്ലാവരും മസ്ജിദുൻ നബവിയിലേക്ക് ഇരച്ച് കയറിയ ആളുകൾ അങ്ങനെ തന്നെ തിരിച്ചു പോരാ. എല്ലാവരും തല താഴ്ത്തി ഓരോരുത്തർ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്.
വരുന്ന വഴിയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ കണ്ടില്ലേ നിങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് പോയില്ലേ, എന്തു പറ്റി? അപ്പോൾ ഈ പോയ ആൾക്കാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം, അല്ല അബൂ ഹുറൈറ, ഈയല്ലേ പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ അനന്തരാവകാശ സ്വത്ത് അവിടെ വിതരണം ചെയ്യുന്നുണ്ടെന്ന്, എന്തേ അബൂ ഹുറൈറ ഞങ്ങളവിടെ അതൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കണ്ടത്? പിന്നെ നിങ്ങൾ എന്താണ് കണ്ടത്? എന്താണ് നിങ്ങൾ അവിടെ ആ മസ്ജിദുൻ നബവിയിൽ നിങ്ങൾ കണ്ട കാഴ്ച എന്താണ്? അവർ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഞാൻ അവരെ കണ്ടത്, ഞങ്ങൾ കണ്ടത് ജമാഅത്തിനൊരു സംഘം ആളുകളെയാണ്. യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂലഹു ബൈനഹു. ഹബീബായി റസൂലുള്ളാഹിന്റെ ചുറ്റിലും കുറേ ആളുകൾ വട്ടത്തിലിരിക്കുന്നുണ്ട്. അവരിങ്ങനെ ദീന് കേൾക്കുന്നുണ്ട്, റസൂലുള്ള ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അവർ ഖുർആൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സദസ്സാണ് ഞങ്ങളവിടെ കണ്ടത് എന്ന് ആ ആളുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ദാലിക്കും, അതുതന്നെയാണ് മനുഷ്യരെ, മീറാസു നബിയുക്കും മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാന്റെ റസൂലിന്റെ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. ആ ഖുർആൻ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ ഹബീബിന്റെ നാവിൽ നിന്ന് ആ ഖുർആനിനെ പഠിക്കലാണ്. അതാണ് റസൂലുള്ളാഹിന്റെ അനന്തരാവകാശമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ അനന്തരാവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന എത്ര ഉമ്മമാരുണ്ട്, എത്ര സഹോദരിമാരുണ്ട്. നമ്മുടെ നാടുകളിൽ നിന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ നിറഞ്ഞൊഴുകുന്നവരാണ്. നമ്മുടെ കൈകളിൽ നിരന്തരം ഫോണാണ്. ആലോചിച്ച് നോക്കി, മനുഷ്യന്മാരിന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്താ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇബാദത്ത് ഏതാണെന്ന് വെച്ചാൽ തോണ്ടുക, ഫോണ് തോണ്ടുക അല്ലേ? ഈ ഇബാദത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യണത് എന്താ? കാണുന്നത് ഷോർട്സ് കാണാം, ഷോർട്ട് വീഡിയോകൾ. അത് കണ്ട് ആസ്വദിച്ച് സമയം ചെലവിടുന്ന പൊട്ടത്തികളും പൊട്ടന്മാരും ജീവിക്കുന്നൊരു ഭൂമിയിൽ നമ്മളുള്ളത്. അങ്ങനെ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയാം. കുറേ പിരാന്തന്മാർ നമ്മുടെ നാട്ടിൽ, കുറേ പിരാന്തന്മാർ കഴിച്ചിട്ട് ഡാൻസ് ആടുക. നമ്മളെപ്പോലത്തെ പൊട്ടന്മാരും പൊട്ടത്തികളും അത് കാണാനും. ഈ ഭൂമി എങ്ങനെ നന്നാവുക? ഇതിന് നമുക്ക് സമയമുണ്ട്, ഇതിന് നമുക്ക് സമയമുണ്ട്. യൂട്യൂബ് തുറന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്ന് ആദ്യം കാണുന്ന വീഡിയോ നമ്മൾ കാണുന്നത് ഒരു വയലായിരിക്കും, ഒരു പ്രഭാഷണം. അത് കഴിഞ്ഞ് അടുത്തങ്ങോട്ട് നീക്കുമ്പോഴോ മ്യൂസിക്കും ആ രൂപത്തിലുള്ള ആഡംബരങ്ങളുമുള്ള കാഴ്ചകൾ. പിന്നെ ശൈത്താൻ നമ്മളതിലേക്ക് ഇങ്ങനെയാണ് കൊണ്ടുപോവുക. എന്തിനാ നമ്മൾ തുറന്നത്? ഒരു വയല് കേൾക്കാൻ. എന്താ നമ്മൾ കണ്ടത്? എന്താ നമ്മൾ കണ്ട്? ഒരു മടിയില്ല നമുക്ക്, ഒരു മടിയില്ല. നമ്മളങ്ങനെ പോയി, നിങ്ങൾ ജസ്റ്റ് ഒരു വയല് കേൾക്കാനോ എന്തിനെങ്കിലും ഫോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഫോണിൻ്റെ ഹിസ്റ്ററി ഒന്ന്, യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ അന്ന് നിങ്ങൾ കണ്ട വീഡിയോസ് ചുരുങ്ങിയത് 50 കണ്ടുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് പറയാം, ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഹിസ്റ്ററി ഒന്നിങ്ങനെ പരിശോധിച്ചാൽ ഇതിന് നമുക്ക് സമയമുണ്ട്. ഇതിന് നമ്മൾ സമയം കണ്ടെത്തിയവരാണ്. ശൈത്വാൻ നമ്മളെ പിടിച്ചിട്ട് ആ ഊരാങ്കുടുക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് നിർത്തിക്കുക. സംഗീതമെന്ന, അഭിനയമെന്ന, നാട്യമെന്ന ഇബാദത്തിൽ നിന്ന് മാറ്റി ഇബ്ലീസിന്റെ വലയത്തിൽ ശൈത്വാൻ നമ്മളെ പിടിച്ചു നിർത്തി. നമ്മളും ആ വലയത്തിൽ ഇങ്ങനെ കുടുങ്ങി. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്നിടത്ത് നമ്മൾ അകന്നു, ഖുർആൻ പഠിക്കുന്നിടത്ത് നകന്നു. സംഗീതത്തിൻ്റെയും ആഡംബരങ്ങളായ അതേ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്ന നടീനടന്മാരുടെ, വൃത്തികെട്ട നടീനടന്മാരുടെ അഭിനയങ്ങളുടെ ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് ശൈത്വാൻ നമ്മളെ കൊണ്ടുപോയി. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയാണ്, ഖിയാമത്ത് നാൾ അടുക്കുന്ന കാലത്ത് ആളുകൾ ഖുർആനിൽ നിന്ന് അകലുകയും അതിന് പകരമായി സംഗീതത്തെയും അഭിനയങ്ങളെയും നൃത്തങ്ങളെയും ഇഷ്ടപ്പെടുന്നൊരു കാലം കടന്നു വരുമെന്ന് ഇസ്ലാമിക ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ആ കാലത്താണ് നമ്മൾ ജീവിക്കണത്, ആ കാലത്താണ് നമ്മൾ ജീവിക്കണത് അല്ലേ? പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനോടും അതിൻ്റെ പഠനത്തിനോടും നമുക്ക് എത്ര ആസ്വാദനമുണ്ട്, എത്ര ആസ്വാദനമുണ്ട്.
നമ്മുടെ നാട്ടിലൊരു ഗാനമേള വെച്ചാൽ എത്ര മുസ്ലിം പെണ്ണുങ്ങളുണ്ടാവും? കണക്കൂട്ടി നോക്കി. നമ്മുടെ നാട്ടിലൊരു ഖുർആൻ ക്ലാസ് വെച്ചാൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും? ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി, എത്ര ആളുകൾ ഉണ്ടാവും? നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാന്റെ ദീന് പഠിക്കാൻ നമ്മുടെ കൽബ് നമ്മളോട് പറയുന്നില്ല. ഇബ്ലീസ് നമ്മളെ അത്തരത്തിൽ ഹറാമുകളുടെ വലയത്തിലിട്ടിങ്ങനെ കുരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ ഫോണുകൾക്കൊരു നിയന്ത്രണം വരുത്തണം, കയ്യിലുള്ള മൊബൈലുകൾക്കൊരു നിയന്ത്രണം വരുത്തണം. ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഹറാമിൻ്റെ ആസ്വാദനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. എന്നിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് ഖുർആനിനെ നമ്മൾ ചേർത്തു വെക്കണം, ഹദീസുകളെ നമ്മൾ ചേർത്തു വെക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിനുമായി ഖൽബിനെ ബന്ധപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊലപ്പെടുത്തുന്ന സമയത്ത് ഉസ്മാനിന്റെ തല പിടിച്ചിട്ട് കഴുത്തിങ്ങനെ അറുക്കുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തറുത്താണല്ലോ കൊന്നത്. കഴുത്തറുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആനിനെ മാർബിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ആ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു. സ്വഹാബത്ത് പഠിപ്പിക്കുന്നത് കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ആ ഖുർആനിലൂടെ ഇങ്ങനെ വാർന്നൊലിക്കുന്നത് സ്വഹാബത്ത് കണ്ട കാഴ്ചയെ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നത് കാണാം. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോയ സ്വർഗമാണോ നമ്മൾ കൊതിക്കുന്നത്? ആ സ്വർഗമാണോ ഉമ്മമാരെ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കൈകളിലുള്ള ഖുർആനിനെ, നമ്മൾ ആ ഖുർആനിന് നൽകിയ വിലയെന്താ? ആ ഖുർആനിന്റെ പഠനത്തിന് നമ്മൾ നൽകിയ വിലയെന്താ? ഖൈറുക്കും, നിങ്ങളിലെ ഉത്തമന്മാരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമന്മാരായ ആളുകളെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഖുർആനാണ്, ആ ഖുർആനിനെയാണ് നമ്മൾ അഖണ്ഡകോടിയിലേക്ക് തള്ളിക്കളഞ്ഞത്. പോരാ, ഇൽമിലേക്ക് നമ്മൾ ഇറങ്ങണം, അറിവിലേക്ക് നമ്മൾ ഇറങ്ങണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ഇൽമിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട മേഖലകളെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നാമതായി ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അറിവിനെയാണ് നിങ്ങൾ ഒന്നാമതായി നേടിയെടുക്കേണ്ട അറിവ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന പഠിച്ച എത്ര ആളുകളുണ്ട് വിശ്വാസികളെ? കുട്ടിനെ തൊട്ടിയിലിട്ടാട്ടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടും അല്ലേ? മുസ്ലിം ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ഇതിൽ സംശയമല്ല. കുട്ടിനെ തൊട്ടിയിലിട്ടാട്ടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പാട്ടിങ്ങനെ പാടി ആട്ടുന്നതിനിടയിൽ കുട്ടിൻ്റെ തല ചുമരിൽ വെച്ച് മുട്ടിയാൽ ഉടനെ വിളിക്കുന്ന ബദരീങ്ങളെ, എൻ്റെ കുട്ടിൻ്റെ തല. അറ്റ വിളിയ, തീർന്നില്ലേ? അത്ര നേരം പറഞ്ഞ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്തു വിലയുണ്ട്? ആരാ ബദരീങ്ങൾ? ഇസ്ലാമിക ലോകത്ത് ഏറ്റവും മഹത്തരമായ ആദർശത്തെ പഠിപ്പിച്ച മഹാവ്യക്തിത്വങ്ങളാണ് ബദരീങ്ങൾ എന്നറിയപ്പെടുന്ന ബദർ ശുഹദാക്കൾ. ഇസ്ലാമിക ലോകത്ത് തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ചരിത്രങ്ങളാണ് ബദരീങ്ങളുടെ ചരിത്രം. മോശക്കാരല്ല, ഉന്നതന്മാരാണ്, ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ്, ഏറ്റവും മഹത്വമുള്ള ആൾക്കാരാണ് ബദരീങ്ങൾ, യാതൊരു സംശയമില്ല. പക്ഷേ ഈ വിളിക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചില ആൾക്കാർ ചോദിക്കുക. ആരും ദേഷ്യപ്പെടരുത് കേട്ടോ, ആരുടെ കൽബിലും സങ്കടം ഉണ്ടാവരുത് കേട്ടോ. ഞാനിത് പറയുന്ന കാരണം എന്താ അറിയോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നവരാണ്. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ ചൊല്ലുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇൽമ് നേടേണ്ട ഇൽമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമതാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുത്തുനബി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? പണ്ഡിതന്മാർ പറയാണ്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ്. ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ്. ഇബാദത്തുകളായി എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ അർഹനാരാ? അല്ലാഹ് മാത്രമാണ്.
യാതൊരു സംശയമല്ല. ഈ ഇൽമാണ് ഭൂമി ലോകത്തെ ഏറ്റവും വലിയ ഇൽമ്, ആദ്യം പഠിക്കേണ്ട ഇൽമ്. പിന്നെ എവിടെ നമുക്ക് പഴിച്ചത്? അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളെ റബ്ബല്ലാത്ത മഹത്തുക്കൾക്ക് നടത്തുമ്പോൾ ആ ഇൽമ്, ആ നോക്കൂ നിങ്ങൾ, ആ പ്രവർത്തനം ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി മാറുന്നു. ലാ മഅബൂദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹായി അല്ലാഹ് മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥമായി ആരാധനകൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ആരാധനക്ക് ഉടമസ്ഥൻ അല്ലാഹ് മാത്രമാണ്. വ്യക്തമാണല്ലോ അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹ് എന്ന് വിളിക്കേണ്ട പ്രാർത്ഥനകളെ, ആരാധനകളെ അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ചാലും അത് തെറ്റാണ്. അതാണ് ദീന്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാപണ്ഡിതനാണ്, മഹാനായ വ്യക്തിത്വമാണ് മുഹയ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ഹുന്നിയത്തു ത്വാലിബീൻ, ഫുതൂഹുൽ ഗൈബ്, ഫത്ഹുർ റബ്ബാനി എന്ന പേരിൽ അറിയപ്പെടുന്ന 3 ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബ് 68ഓളം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ എഴുതിയ 68 പ്രഭാഷണങ്ങളെ ക്രോഡീകരിച്ച കിതാബാണ് ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ കിതാബാണ് ഫത്ഹുർ റബ്ബാനി. ഫത്ഹുർ റബ്ബാനിയുടെ 104-ാമത്തെ പേജ് എടുത്ത് വായിക്കുമ്പോൾ കാണാം, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നു? ആരോടാ ചോദിക്കണമെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആൾക്കാരോടാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ചോദ്യം. എന്താ ചോദ്യം? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുക? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്രയെത്ര ആരാധ്യന്മാരെയാണ് നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളത്? എന്നിട്ട് അദ്ദേഹം പറയാണ്, കുല്ല ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് വഹുവ സനമുക. ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ നീ പ്രതീക്ഷയോടെ അവലംബമായി സ്വീകരിച്ചാൽ, ഒരു വസ്തുവിനെ അള്ളാനെ പേടിക്കുന്നത് പോലെ നീ പേടിച്ചാൽ, അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ, ആ വസ്തുവിനോട് നീ ആരാധനയായ പ്രാർത്ഥന നടത്തിയാൽ, സമാധാനത്തിൻ്റെ കേന്ദ്രമായി നീ കണ്ടാൽ, വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചിരുന്ന രൂപമാണ് ഈ പറഞ്ഞത്. അപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെ വിശ്വാസം എന്താ? ആ വിശ്വാസമാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ബദരീങ്ങളുടെ വിശ്വാസം എന്താ? ആ വിശ്വാസമാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ആ വിശ്വാസമാണ് ഖുർആനും പഠിപ്പിച്ചെന്ന വിശ്വാസം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ മാന. അപ്പോൾ ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നിങ്ങൾ ഒന്നാമതായി അറിയേണ്ട അറിവതാണ്. ആ അറിവ് നിങ്ങൾ നേടിയെടുക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് ഏതിലൂടെ അറിയണം? ഖുർആനിൽ നിന്ന് അറിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നറിയണം. റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. സ്വലാത്ത് ചൊല്ലാത്തവൻ ബഖീലാണ്, പിശുക്കനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പിശുക്കത്തിയാളാവണ്ട. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ കൂലി എത്ര? 10 പ്രതിഫലം ഒരു സ്വലാത്തിന്, നഷ്ടപ്പെടുത്തേണ്ട കൂലി. അതുകൊണ്ട് പേര് കേൾക്കുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാചകത്തെ ശ്രദ്ധിച്ചോ സഹോദരിമാരെ. ഇൽമ നിങ്ങൾ നേടാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ആരെങ്കിലും ഒരാൾ ഇൽമന്വേഷിച്ചു കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ, സഹലല്ലാഹ്, അല്ലാഹു അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്, ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും. എന്തായാൽ ഒരാൾ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, ഖുർആനും സുന്നത്തും പഠിക്കാൻ വേണ്ടി ഒരാൾ ഒരു വഴിയിലൂടെ ഇറങ്ങിയാൽ അവൻ്റെ പ്രതിഫലം എന്താ? സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു നമ്മുടെ മുന്നിൽ എളുപ്പമാക്കി തരും. അപ്പോൾ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ,
ഹദീസ് യഥാർത്ഥ രൂപത്തിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ തൗഹീദ് എന്താണെന്ന് ഇങ്ങനെ തെളിയും, ശിർക്ക് എന്താണെന്ന് ഇങ്ങനെ ബോധ്യപ്പെടും, ബിദ്അത്ത് എന്താണെന്ന് ഇങ്ങനെ ബോധ്യപ്പെടും, സുന്നത്ത് എന്താണെന്ന് ബോധ്യപ്പെടും, എന്താണ് ഹറാം എന്ന് ബോധ്യപ്പെടും, എന്താണ് ജായിസ് എന്ന് ബോധ്യപ്പെടും, എന്താണ് ഹലാൽ എന്ന് ബോധ്യപ്പെടും, എന്താണ് ഫർദ് എന്ന് ബോധ്യപ്പെടും. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഖുർആനും സുന്നത്തും നോക്കി അങ്ങോട്ട് സഞ്ചരിച്ചാൽ അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പോൾ ഇൽമ് നേടുക എന്നുള്ളത്, അറിവന്വേഷിക്കുക എന്നുള്ളത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, അടിവരയിട്ടുകൊണ്ട് ചിന്തിക്കണം. ഇത് നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മളെ മക്കൾക്കും ദീനിനെ സംബന്ധിച്ചുള്ള അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കണം. അല്ലേ, മദ്രസയിൽ പോകാറില്ലേ നമ്മളെ മക്കൾ? ഇവിടെയൊക്കെ അധികവും രാത്രി മദ്രസകളാണ്. നമ്മളവിടെയൊക്കെ രാവിലെയാണ് മദ്രസ, അല്ലേ, രാത്രി മദ്രസകളാണ്. എപ്പോഴാണ് വരിക? കുട്ടി മദ്രസയിലേക്ക് വരുന്നത് മദ്രസ വിടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ്. ആകെ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന മതപരമായ അറിവ് എന്നുള്ളത് ദിവസത്തിൽ 1-2 മണിക്കൂർ, അതിൻ്റെ അപ്പുറത്ത് കിട്ടണില്ല. എന്നാൽ ഭൗതികപരമായ അറിവോ നമ്മുടെ മക്കൾക്ക് നമ്മൾ എമ്പാടും കൊടുക്കുന്നുണ്ട്. ആവാം, തെറ്റൊന്നുമില്ല, മക്കൾക്കത് കൊടുക്കാം. പക്ഷേ നമ്മുടെ മക്കളുടെ മതപരമായ അറിവിനെ സംബന്ധിച്ചും നമ്മൾ നേടിയെടുക്കുന്ന ഇൽമിനെ സംബന്ധിച്ചും നമ്മളൊന്ന് വിലയിരുത്തണം. ഞാൻ എത്ര കണ്ട് എൻ്റെ റബ്ബിനെ സംബന്ധിച്ച് അറിയുന്നു, എൻ്റെ അള്ളാഹ് പഠിപ്പിച്ച എൻ്റെ റബ്ബിൻ്റെ കലാമിനെ ഞാൻ എത്ര കണ്ട് പഠിക്കുന്നു. സഹോദരിമാരെ, നിങ്ങൾ അടിവരട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന സംസാരത്തിനാണല്ലോ ഖുർആൻ എന്ന് പറയാ. അള്ളാഹിൻ്റെ കലാമാണ്, അള്ളാഹിൻ്റെ കലാമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഒരു ഉദാഹരണത്തിനൊരു സൂറത്ത് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാം. സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ നമ്മളെ മുന്നിൽ ഇങ്ങനെ കൊടുത്തിട്ട് ആ മാഊനെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അള്ളാഹ് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്. അലം, നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ ചോദിക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടുവോ? ആരൊക്കെയാണ് മതത്തെ കളവാക്കുന്നവരെന്ന് നിങ്ങൾക്കറിയാമോ? ആരോടാ പടച്ചോൻ ചോദിക്കണേ? നമ്മളോടാ ചോദിക്കണേ. നമുക്കറിയോ മതത്തെ കളവാക്കുന്നവരാരൊക്കെയാണെന്ന്? നിനക്കറിയാമോ എന്ന് പടച്ചോൻ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കറിയോ മതത്തെ കളവാക്കുന്നവരാരാണെന്ന്? അറിയണമെങ്കിൽ ആ സൂറത്ത് ഫുള്ള് പഠിക്കണം. പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ കിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ വചനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി. ഓരോ വചനങ്ങളെയും ഒരു ചരിത്രത്തെ എങ്ങനെയാണ് വിവരിച്ചിട്ട് പടച്ചോൻ പറഞ്ഞു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തത് എന്താണെന്ന് നിനക്കറിയില്ലേ? ആനക്കാരെ കൊണ്ട് റബ്ബ് എന്താ ചെയ്ത് അറിയില്ലേ നിനക്ക് എന്ന് നമ്മളോട് പടച്ചോൻ ചോദിക്കുക. അറിയോ? അറിയണമെങ്കിൽ അതിൻ്റെ ബാക്കി വായിക്കണം, ബാക്കി പഠിക്കണം. ഇൽമുണ്ടെങ്കിലേ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കൽബിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഖുർആനിനെയും ഹദീസിനെയും പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. എന്താ പഠിച്ചാലുള്ള നേട്ടം? പഠിച്ചാലുള്ള ദുനിയാവിലെ നേട്ടം നിങ്ങൾ വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി മഹാനായ ആമിർ ഇബ്നു വാസില റളിയല്ലാഹു അൻഹു, ഹദീസിനെ ശരിക്ക് കേൾക്കണേ. അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അന്ന നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് ലഖിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബുഅസ്ഫാന. അസ്ഫാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഅ ഇബ്നു ഹാരിസ് എന്ന വ്യക്തിയെ കണ്ടുമുട്ടി. നാഫിഅ ഇബ്നു ഹാരിസ് എന്ന വ്യക്തിയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ആരാ നാഫിഅ ഇബ്നു ഹാരിസ് എന്നറിയുമോ? മക്ക രാജ്യത്തിന്റെ ഭരണാധികാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു പോന്നതാണ്. ആരെ? ഈ ഹാരിസിനെ, നാഫിഅ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു പോന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉസ്ഫാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ നാഫിഅ ഇബ്നു ഹാരിസിനോട് ചോദിക്കുകയാണ്, വകാന ഉമർ ഇബ്നുൽ ഖത്താബ് വകാന ഉമർ യസ്തഅമിലുഹു അലാ മക്ക. മക്കയുടെ ഭരണം അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്.
ഫഖാല അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, മക്കയുടെ ഭരണം നീ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോന്നത്? മക്കയെ നോക്കുന്നത് ആരാണ്? ആരുടെ കയ്യിലാണ് മക്കയുള്ളത്? ആ സമയത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഇബ്നു അബ്സ എന്നൊരു വ്യക്തിയെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഇബ്നു അബ്സ ആരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, വമൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നാഫിഉ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, മൗലാ മിൻ മവാലീന, അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയാണ് അദ്ദേഹം. അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയാണ് അദ്ദേഹം. ആര്? ഈ പറയുന്ന ഇബ്നു അബ്സ എന്ന വ്യക്തി ഒരു അടിമയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഒരു അടിമയ്ക്കാണോ അള്ളാഹുവിൻ്റെ ആ രാജ്യത്തിൻ്റെ ഭരണമേൽപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കാൻ, ഒരു അടിമയുടെ കയ്യിലാണോ ഭരണമേൽപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ നാഫിഉ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആ മൗലയെ സംബന്ധിച്ച്, അടിമയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന വാചകം കാണാം, ഇന്നഹു ഖാരിഉൻ കിതാബില്ലാഹി അസ്സ വജല്ല. അദ്ദേഹത്തെ ആ ഭരണം ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ അവർ കണ്ട ക്വാളിറ്റി, ഇന്നഹു ഖാരിഉൻ കിതാബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അള്ളാഹിന്റെ ഖുർആൻ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദി, സ്വത്ത് ഓഹരിയുടെ വിഷയത്തിൽ ഇൽമുള്ള വ്യക്തിയാണ്. ഈ സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയുക്കും ഖദ് ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ യളഉ ബിഹി ആഖരീൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ കലാമിനെ പഠിക്കുന്ന വ്യക്തികൾക്ക് അല്ലാഹു ഉയർച്ച നൽകും, അല്ലാഹു അവരുടെ പദവികളെ ഉയർത്തിക്കൊടുക്കും. അതുകൊണ്ട് അവർ കണ്ട കാഴ്ച ഒരു രാജ്യത്തിൻ്റെ ഭരണം, ഒരു നാടിൻ്റെ ഭരണം നൽകാൻ മാത്രം ക്വാളിറ്റി ഒരു വ്യക്തിക്ക് കാണുന്നത് അയാൾ ഖുർആൻ പഠിച്ച വ്യക്തിയാണോ? ഖുർആൻ പഠിച്ച വ്യക്തിയായതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം അയാളെ ഏൽപ്പിച്ചു എന്നാ. ഭൗതികമായി അയാൾക്കൊരു ദറജ അള്ളാഹു നൽകുന്നുണ്ട് എന്നാ. പരിശുദ്ധ ഖുർആൻ പഠിച്ചാലുള്ള നേട്ടം, ഖുർആൻ ഓതുമ്പോഴും ഖുർആൻ പഠിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവണ നേട്ടത്തെക്കുറിച്ച് പറയാം. മറ്റൊരു ഹദീസ് കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ അഹ്ലീനാ മിനന്നാസ്, അല്ലാഹുവിൻ്റെ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചില അഹ്ലുകാരുണ്ട്, ചില കുടുംബക്കാരുണ്ട്. ഖാലൂ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മൻഹും, ആരാണ് നബിയെ അല്ലാഹുവിൻ്റെ അഹ്ലുകാർ, അല്ലാഹുവിൻ്റെ കൂട്ടക്കാരെന്ന് പറഞ്ഞത് ആരാണ് നബി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലഹും, നോക്കൂ, ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തുഹു ഹും അഹ്ലുൽ ഖുർആൻ, അവർ അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാണ്. അവഖാസത്തുഹു, പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാണവർ. അഹ്ലുല്ലാഹ്, അവരാണ് അല്ലാഹുവിൻ്റെ ആളുകൾ. പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാണവർ, അവരാണ് അല്ലാഹുവിൻ്റെ ആളുകൾ, അല്ലാഹുവിൻ്റെ കൂട്ടക്കാർ. ആരാണവർ? പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ പറയുമല്ലോ, ഇന്നയാള് ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്നയാള് ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്നയാള് ഈ രൂപത്തിലുള്ള പാർട്ടിക്കാരനാണ് എന്നിങ്ങനെ നമ്മൾ പറയാറില്ലേ? അതുപോലെ ഇന്നയാൾ അല്ലാഹുവിൻ്റെ പാർട്ടിക്കാരാണ്, അല്ലാഹുവിൻ്റെ പാർട്ടിക്കാരാണ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ദറജയെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ
ഖുർആനിനെ ഓതുന്നവർ, ഖുർആനിനെ പഠിക്കുന്നവർ, ഖുർആനിനെ പാരായണം ചെയ്യുന്നവർ, പരിശുദ്ധ ഖുർആനിനെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പകർത്തുന്നവർ, അവരല്ലാഹുവിൻ്റെ പാർട്ടിക്കാരാണ്. അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരായി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഖുർആനിനെ കൽബിലേക്ക് ചേർത്ത് വെക്കണ്ടേ, ഈ ദീനിനെ നമ്മൾ പഠിക്കണ്ടേ, ഈ ദീനിനെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അള്ളാഹു ആ രൂപത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഈ ദറജകൾ നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ ഓതുകയാണെങ്കിൽ അമല ബിഹാ ഫീഹി, ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആൻ ഓതുകയും ആ ഖുർആനിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഖുർആനിനെ മനഃപ്പാഠമാക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജൻ, ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കളെ അല്ലാഹു നാളെ ഒരു കിരീടം ധരിപ്പിച്ചു കൊടുക്കും. ഖുർആനിനെ പഠിച്ച മക്കളുടെ അവരുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ ആ പഠനം കാരണത്താൽ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു താജൻ, ഒരു കിരീടം നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു ധരിപ്പിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി, ആ കിരീടത്തിന്റെ പ്രത്യേകത സൂര്യപ്രകാശം വെട്ടിത്തിളങ്ങുന്ന നിറമാണതിന്. സൂര്യപ്രകാശം എങ്ങനെ തിളങ്ങുമോ ആ സൂര്യപ്രകാശത്തെക്കാൾ വെട്ടിത്തിളങ്ങുന്ന ഒരു കിരീടമാണ് അയാൾ ധരിപ്പിക്കുന്നത്. മാത്രമല്ല യുക്സി വാലിദാഹു, ആ മാതാപിതാക്കളെ ധരിപ്പിക്കുന്നു. ഒരു വസ്ത്രത്തെ വരെ അണിയിപ്പിക്കുകയാണ്. ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നവരോട് ചോദിക്കും. എന്തിനാണ് ഇത് നിങ്ങളെ അണിയിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് റബ്ബിൻ്റെ കോടതിയിൽ വെച്ചവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മറുപടി നോക്കൂ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, അവരതാ ഖുർആനിനെ പഠിച്ച ആളുകളാണ്. പരിശുദ്ധ ഖുർആനിനെ മക്കളെ പഠിപ്പിച്ചവരാണ്, അവരും പഠിച്ചവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു നാളെ കിരീടം ധരിപ്പിക്കും. സൂര്യപ്രകാശത്തെ സമാനമായി വെട്ടിത്തിളങ്ങുന്ന കിരീടം അല്ലാഹു അവരെ ധരിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ദുനിയാവിലും അവർക്ക് ദറജ കൂടുതലാണ്. അള്ളാന്റെ കോടതിയിലും ഖുർആനിനെ പഠിച്ചവർക്ക് അല്ലാഹ് ദറജ നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമുക്കുള്ള ദറജ എന്താ? ഫോണിൽ കണ്ടു തീർത്ത സമയം പോരെ ഈ ദീന് പഠിക്കാൻ. നമ്മൾ വട്ടത്തിലിരുന്ന് ആരാന്റെ പച്ചമാംസം തിന്നാൻ വേണ്ടി വട്ടത്തിലിരുന്ന സമയം പോരെ ഈ ഖുർആനിനെ പഠിക്കാൻ. വെറുതെ വാപ്പൊളിച്ച് വർത്താനം പറയുന്ന നേരം മാറ്റിവെച്ച് പരിശുദ്ധ ഖുർആനിനെ തുറന്നു വെച്ച് ഇസ്ലാമിലെ ലോകത്തെ പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ള തഫ്സീറുകൾ എടുത്തു വെച്ച് ഖുർആനിനെ മലർത്തിവെച്ച് അതിനെ കൽബിനോട് ചേർത്ത് വെച്ച് വായിക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസിനെ വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ, നാളെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ വിവരിച്ചു തന്നത്, നമുക്ക് ഈ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ദീന് പഠിക്കുന്നവരാകണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീനിനെ പകർന്നു കൊടുക്കുന്നവരാകണം. മക്കളും ദീന് പഠിപ്പിക്കുന്ന, പഠിച്ചു വളരുന്ന മക്കളായി മാറട്ടെ. നാളെ നിങ്ങൾ മരിച്ചാൽ
നാളെ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്ന് നെഞ്ചത്ത് തക്ബീർ കെട്ടി, അതേ നിസ്കാരത്തിൻ്റെ വേളയിൽ മയ്യത്ത് നിസ്കാരത്തിന് തക്ബീർ കെട്ടി നിന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ എൻ്റെ ഉമ്മയാണിത്, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടാവാൻ, എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളുണ്ടാവാൻ, മക്കൾക്ക് ദീന് പകർന്നു കൊടുക്കണം. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅക്രിം. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളാവണം. അതുകൊണ്ട് മക്കൾക്ക് ദീന് പഠിപ്പിക്കണം, നമ്മളും ദീന് പഠിക്കണം. നമ്മുടെ മക്കൾ മരിച്ചാൽ ആ മക്കളുടെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്ന് ഉമ്മാക്ക് കൽബുരുകി പ്രാർത്ഥിക്കാൻ കഴിയണം. പടച്ചോനെ എൻ്റെ കുഞ്ഞിൻ്റെ മയ്യത്താണ് നാദായത് എന്ന് പറഞ്ഞ് അർത്ഥമറിഞ്ഞുള്ള പ്രാർത്ഥനകൾ അറിയാൻ കഴിയണമെങ്കിൽ ഇൽമുണ്ടാവണം. ഇഹലോകത്തും ദറജ കിട്ടുന്ന, പരലോകത്തും ദറജ കിട്ടുന്ന, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാനാകുന്ന ആ ഉന്നതമായ സ്ഥാനത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നു. ഈ പുണ്യത്തിന് വേണ്ടി മത്സരിക്കാൻ, ഈ പുണ്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ സമയം മാറ്റിവെക്കാൻ ആഴ്ചയിലെ 1 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി CRE ക്ലാസ്സുകളുണ്ട്, നമുക്ക് വേണ്ടി QHLSന്റെ ഖുർആൻ ഹദീസ് പഠന സംരംഭങ്ങളുണ്ട്, നമ്മുടെ മുന്നിൽ പീസ് റേഡിയോ എന്ന പഠന സംവിധാനമുണ്ട്. ഇതൊക്കെ വായിക്കാൻ, ഇതൊക്കെ കേൾക്കാൻ, ഇതൊക്കെ പഠിക്കാൻ, ജീവിതത്തെ അതിനുവേണ്ടി മാറ്റിവെക്കാൻ, ഹറാമായ സംഗീതത്തെ വലിച്ചെറിയാൻ, സിനിമകളെ വലിച്ചെറിയാൻ, തോന്നിവാസങ്ങളെ വലിച്ചെറിയാൻ നമ്മൾ മറന്നു പോകരുത്. ഒരൊറ്റ ആയത്ത് മാത്രം വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ആയത്തിനെ വിവരിക്കുകയാണ് ഞാൻ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ദീന് പഠിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അകന്നു പോകുന്ന ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ദീനിൻ്റെ ഇൽമിൽ നിന്ന് വിട്ടകന്നു പോകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ സൂറത്തു ത്വാഹ എടുത്തോ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലൂടെ അല്ല പഠിപ്പിക്കുന്നൊരു വാചകത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഉമ്മമാരെ, സഹോദരിമാരെ. വമൻ അഅറദ അൻ ദിക്രി, വമൻ അഅറദ അൻ ദിക്രി, ആരാണോ അല്ലാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അകന്നു പോകുന്നത്, റബ്ബിനെ കുറിച്ച് പഠിക്കുന്ന, അള്ളാഹിനെ കുറിച്ച് അറിയുന്ന സദസ്സുകളിൽ നിന്ന് ആരാണോ അകന്നു പോകുന്നത്, ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ, അവർക്ക് അല്ലാഹു ഞെരുക്കത്തിൻ്റെ ഒരു ജീവിതം സമ്മാനിക്കും. ഞെരുക്കമുള്ള ഒരു ജീവിതം പണ്ഡിതന്മാർ വിവരിച്ചത് ഈ ദുനിയാവിലും അവർക്ക് ഞെരുക്കമാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയാണ്, ഖബറിലും അവർക്ക് ഞെരുക്കമുണ്ട്, ഖബറിലും അവർ ഞെരുക്കം അനുഭവിക്കും. ആര്? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സദസ്സുകളിൽ നിന്ന് അകന്നു പോകുന്നവർ, നിസ്കാരത്തിന് വിളിക്കുമ്പതിൽ നിന്ന് വിട്ടുപോകുന്നവർ, ഖുർആൻ പഠിക്കാൻ വേണ്ടി വിളിക്കുമ്പതിൽ നിന്ന് വിട്ടകന്നു പോകുന്നവർ, ദിക്റുകളിൽ നിന്നും ദുആകളിൽ നിന്നും അകന്നു പോകുന്നവർ, അവർക്ക് അല്ലാഹു ഞെരുക്കത്തിൻ്റെ ഒരു ജീവിതം നൽകും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ പരലോകത്ത് കണ്ണ് കാണാത്തവരായി അള്ളാന്റെ കോടതിയിൽ അവർ വരും. കണ്ണ് കാണാത്തവരായി അവർ വരും. അവർ ചോദിക്കും റബ്ബിനോട്, റബ്ബേ എന്തേ ഞങ്ങളുടെ കാഴ്ച നീ എടുത്തു കളഞ്ഞത് നാഥാ, എന്തേ ഞങ്ങളുടെ കാഴ്ച നീ എടുത്തു കളഞ്ഞത്? അള്ളാഹു അവരോട് പറയുമത്രേ, പടച്ച റബ്ബ് അവരോട് പറയുമത്ര, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ കദാലികൽ യൗമ തുൻസാ. ഖാല കദാലിക, നീ പറഞ്ഞത് സത്യമാണ്, നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് കാഴ്ചയുണ്ടായിരുന്നു ദുനിയാവിൽ, പക്ഷേ അതതുക ആയാതുനാ, ദുനിയാവിൽ വെച്ച് എൻ്റെ ആയത്ത് നിനക്ക് ഓതി തന്നില്ലേ, എൻ്റെ ആയത്ത് നിന്റെ മുന്നിൽ വിവരിച്ചു തന്നില്ലേ, ഖുർആൻ പഠിക്കാനുള്ള സദസ്സിലേക്ക് നിന്നെ വിളിച്ചില്ലേ, ഫനസീതഹാ, അന്ന് നീ അതിനെ തള്ളിക്കളഞ്ഞു. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുണ്ടാക്കി ദീനിൻ്റെ സദസ്സുകളിൽ നിന്ന് നീ വിട്ടകന്നു പോയി. അതുകൊണ്ട് ഇതാ കദാലികൽ യൗമ തുൻസാ, ഇന്നിതാ ഞാനും നിന്നെ അവഗണിക്കുകയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിശ്വാസിനികളെ, ഉമ്മമാരെ, നമ്മുടെ കൽബിനെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. സകല തെറ്റുകളിൽ നിന്നും മാറി നിന്ന്
പരിശുദ്ധ ഖുർആനിനെയും മുത്തുനബിയുടെ ഹദീസുകളെയും നമ്മുടെ മാർപിടത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. ഉപകാരപ്രദമായ അറിവ് നീ എനിക്ക് നൽകണേ അല്ലാ. എൻ്റെ ഭക്ഷണത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, നല്ല അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. സ്വർഗത്തിന് വേണ്ടി ചോദിക്കണം റബ്ബിനോട്. ഈ ദുനിയാവിൽ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിപ്പെടുത്തിക്കോ. ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ അതാണ് നമ്മുടെ ഖബറിലേക്കുള്ള പാതേയം. നമ്മുടെ ഖബറിലേക്കുള്ള ഏറ്റവും ഉപകാരപ്രദമായ അറിവെന്ന് പറയുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചു പോകും. 3 കാര്യങ്ങൾ ഒഴികെ. അതിൽപ്പെട്ട ഒന്നാണ് ഉപകാരപ്രദമായ അറിവ് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആ അറിവ് നമ്മൾ നേടിയെടുക്കുക, കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇനി ഇവിടെ വിവരിക്കാനുള്ള ക്ലാസ്സുകൾ ഈ ഒരു ചിന്തയോടുകൂടി യാസർ മദനിയുടെ ഹാരിസ് മൗലവിയുടെ ക്ലാസ്സിന് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. ഈ ഖുർആൻ എങ്ങനെ പഠിച്ചോ, ഈ ഖുർആൻ എങ്ങനെ പഠിപ്പിക്കുന്നോ, അത് നമ്മുടെ കുടുംബരംഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ടോ ആ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ബോധത്തോടു കൂടി നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇനി കിട്ടുന്ന വിജ്ഞാനത്തിൻ്റെ ദീന് പഠിക്കാൻ പറ്റുന്ന സദസ്സുകളെയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി സലാമത്ത്, സമാധാനം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഖലിസുകളുടെ, മുഅ്മിനീങ്ങളുടെ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന യഥാർത്ഥ പഠിതാക്കളായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഖൽബിനെ ചേർത്ത് വെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.